ഹലോ ഗൈസ്, ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു പായസമാണ് കേട്ടോ ഇത്. ഓണത്തിന് മിക്ക വീടുകളിലും എല്ലാവർക്കും ഇഷ്ടമുള്ള പാലൊക്കെ ഉപയോഗിച്ച് അടയും സേമിയോ അരിയൊക്കെയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ പായസം ഒന്നുമല്ല, പാലിന് പകരം നമ്മൾ ശർക്കര ഉപയോഗിച്ചിട്ട് അണിഞ്ഞ അടപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ തന്നെ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അടയാണ് കേട്ടോ. അപ്പോൾ ഈ അടയുടെ മാവിന് വേണ്ടിയിട്ട് ഉണങ്ങലരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മാവ് ഉണ്ടാക്കും. പിന്നെ ഇതേ കൈ കൊണ്ട് ഇങ്ങനെ ഇലയിൽ അണിയാന്നാണ് കേട്ടോ ഇതിന് പറയാം. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ അട കിട്ടും. അത് കഴിഞ്ഞ് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ശർക്കര പാനിയിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അടയും എല്ലാം ചേർക്കുക. പിന്നെ കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടി മുകളിലിടുക കേട്ടോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് കുറിയ കഴിയുമ്പോൾ നെയ്യിൽ നമ്മുടെ കൊത്തി അരിഞ്ഞിട്ടുള്ള നാളികേരവും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു ഈ 2-ാം പാലൊക്കെ ഒഴിച്ചപ്പോൾ കേട്ടോ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.